നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. DMK നേതാവും മുൻ മന്ത്രിയുമായ സെന്തിൽ ബാലാജിക്ക് തിരിച്ചടി. സെന്തിൽ ബാലാജിക്കെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി. ട്രാൻസ്ഫോർമർ അഴിമതി കേസിലാണ് ഇപ്പോൾ സെന്തിൽ ബാലാജിക്കെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്ത് 45,000-ഓളം ട്രാൻസ്ഫോർമറുകൾ വൈദ്യുതി ബോർഡിന് വേണ്ടി വാങ്ങിയെന്നും ഈ വാങ്ങൽ അല്ലെങ്കിൽ 45,000-ഓളം വരുന്ന ട്രാൻസ്ഫോർമറുകളുടെ വാങ്ങൽ കരാറിൽ വലിയ അഴിമതി ഉണ്ട് എന്നും ആരോപണം ഉയർന്നിരുന്നു. നേരത്തെ തന്നെ ഒരു NGO നൽകിയ കേസിലാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നത്. ആ കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നതും. CBI അന്വേഷണമാണ് വേണ്ടത് എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. മാത്രമല്ല, സംസ്ഥാനത്തെ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ വിഭാഗത്തോട് ഈ കേസ് സംബന്ധിച്ച എല്ലാ രേഖകളും ഈ CBIക്ക് കൈമാറാനും ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഏതാണ്ട് 397 കോടി രൂപയുടെ അഴിമതി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമറുകളുടെ വാങ്ങൽ കരാറുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ് ആരോപണം. ഈ കരാർ ഉറപ്പിച്ചത് തന്നെ തീർത്തും നിയമവിരുദ്ധമായിട്ടാണ് എന്ന് ഈ NGO ആരോപിച്ചിരുന്നു. അതായത് ഈ ടെൻഡർ പ്രക്രിയ അത് സുതാര്യമായിരുന്നില്ല. കടുത്ത നിയമലംഘനങ്ങൾ ഈ ടെൻഡർ പ്രക്രിയയിൽ നടന്നിട്ടുണ്ട്. 34ഓളം കമ്പനികളാണ് ഇതിൽ പങ്കെടുത്തത്. ഇതിൽ ഒട്ടേറെ കമ്പനികൾ ഒരേ രൂപത്തിലുള്ള അല്ലെങ്കിൽ ഒരേ തുക കോട്ട് ചെയ്തുകൊണ്ടുള്ള ടെൻഡറുകൾ സമർപ്പിച്ചിരുന്നു. ഇത് ടെൻഡർ നടപടികൾ അട്ടിമറി നടന്നിട്ടുണ്ട്. അതായത് ഈ 34 കമ്പനികൾ പങ്കെടുത്തവരിൽ ഇവരെല്ലാം തന്നെ ഒരേ തുക കോട്ട് ചെയ്യുന്നു. ആ കോട്ട് ചെയ്ത തുകയാകട്ടെ മാർക്കറ്റിൽ നിന്നും അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫോർമറുകളുടെ വിപണി വിലയിൽ നിന്നും ഏതാണ്ട് 40 മുതൽ 60% വരെ വർദ്ധിപ്പിച്ച തുകയാണ് കോട്ട് ചെയ്തിരുന്നത് എന്നുമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 34 കമ്പനികൾ പങ്കെടുക്കുന്നു. ഇവരെല്ലാം കോട്ട് ചെയ്തത് വിപണി വിലയ്ക്ക് മുകളിലുള്ള വിലയാണ്. അങ്ങനെയാണ് ഒരു കമ്പനിക്ക് ഈ ഒരു കോട്ട് അല്ലെങ്കിൽ ഈ ഒരു കരാർ ലഭിക്കുന്നത്. ഇത് ഒരു മാച്ച് ഫിക്സിംഗ് ആണ് എന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതികൾ പ്രകാരമാണ് ഇങ്ങനെ ഒരു ടെൻഡർ നടപടികൾ നടന്നിരിക്കുന്നത്. ഇത് ഒട്ടും സുതാര്യമല്ല. നേരത്തെ പ്ലാൻ ചെയ്ത സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ടാണ് അഴിമതിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്താനായിട്ടാണ് ഇത്തരത്തിലൊരു ടെൻഡർ നടപടികൾ നടത്തിയിരിക്കുന്നത്. ഈ കമ്പനികളെല്ലാം തന്നെ ഉയർന്ന തുക കോട്ട് ചെയ്യുകയും ആ തുകയ്ക്ക് ഒരു കമ്പനിക്ക് കരാർ ഉറപ്പിക്കുകയുമായിരുന്നു എന്നാണ് ഈ ആരോപണം ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ടെൻഡർ നടപടി അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫോർമർ വാങ്ങുന്ന കരാർ അത് വലിയ രീതിയിലുള്ള അഴിമതിയാണ് എന്നും 397 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാനത്തെ ഖജനാവിന് ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് ഹർജിയിൽ പറയുന്നത്. ഈ ഹർജി വിശദമായി വാദം കേട്ടിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ഈ ഹർജി മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. CBI അന്വേഷണം വേണം. കാരണം സംസ്ഥാനത്തെ വിജിലൻസ് ആണ് ഈ ആരോപണം അന്വേഷിച്ചു കൊണ്ടിരുന്നത്. സംസ്ഥാന വിജിലൻസിന് കൃത്യമായ അല്ലെങ്കിൽ നേരെയുള്ള അന്വേഷണം നടത്താൻ സാധിച്ചിട്ടില്ല. കാരണം സെന്തിൽ ബാലാജി അത്രമാത്രം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയാണ്. അദ്ദേഹം മുൻ മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. DMKയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. AIADMKയിൽ നിന്നും DMKയിലേക്ക് വന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വമ്പൻ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ഭരണകക്ഷിയുടെ പിന്തുണയുള്ള രാഷ്ട്രീയ നേതാവ്. അതുകൊണ്ട് തന്നെ DMK ഭരിക്കുമ്പോൾ, DMK സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ സംസ്ഥാനത്തെ ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ ഒരു കാരണവശാലും ഈ അഴിമതി പുറത്തു വരില്ല എന്ന അഭിപ്രായം നേരത്തെ ഉയർന്നിരുന്നു. ഇതാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം നടത്താനും ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ സംസ്ഥാനത്തെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ വകുപ്പിനോട് CBIക്ക് കൈമാറാനും ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സെന്തിൽ ബാലാജിക്ക് നേരത്തെയും നിരവധി അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സർക്കാർ ഉദ്യോഗങ്ങളിൽ നിയമനം നടത്തുന്നതിന് കോഴ വാങ്ങിയ നിയമന കുംഭകോണ കേസിൽ ഏറെക്കാലം ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തി കൂടിയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഈ സെന്തിൽ ബാലാജിക്കെതിരെ അന്ന് നടപടികൾ എടുത്തത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമാണ് ഇത്തരത്തിൽ സെന്തിൽ ബാലാജിക്കെതിരെ അന്ന് നടപടിയെടുത്തത്. സെന്തിൽ ബാലാജിയെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് അറസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ആശുപത്രിവാസവും പിന്നീട് ജയിൽവാസവും ഒക്കെ ഉണ്ടായിരുന്നു. ആ കേസിൽ സെന്തിൽ ബാലാജിക്ക് ജാമ്യം ലഭിക്കാൻ ഏറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഹൈക്കോടതിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോടതികൾക്കോ സെന്തിൽ ബാലാജിക്ക് ജാമ്യം നൽകാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് സുപ്രീം കോടതിയാണ് ആ കേസിൽ ഏറെ നാളത്തെ ജയിൽവാസത്തിന് ശേഷം സെന്തിൽ ബാലാജിക്ക് ജാമ്യം നൽകിയത്. മന്ത്രിയായിരിക്കെയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ED അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്. ആ കേസ്
ഇപ്പോഴും വിചാരണ ഘട്ടത്തിലാണ്. സെന്തിൽ ബാലാജിക്കെതിരെ ശക്തമായ തെളിവുകളുണ്ട് എന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞത്. മാത്രമല്ല, സംസ്ഥാനത്ത് മദ്യ അഴിമതിയിലും സെന്തിൽ ബാലാജിയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. സംസ്ഥാനത്ത് സർക്കാർ വിതരണം ചെയ്യുന്ന മദ്യം അത് വാങ്ങിയതിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ടെന്നും 1000 കോടിയോളം രൂപയുടെ അഴിമതി ആ മേഖലയിലും നടന്നിട്ടുണ്ട് എന്ന ആരോപണം സെന്തിൽ ബാലാജിക്ക് നേരെ ഉയർന്നിരുന്നു. വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാവാണ്. ജനകീയൻ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം ജനകീയനാണ്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ഈ സെന്തിൽ ബാലാജി. എന്നാൽ സെന്തിൽ ബാലാജി AIADMKയിൽ മന്ത്രിയായിരുന്നപ്പോഴും അവിടുന്ന് പാർട്ടി വിട്ട് DMKയിൽ വന്ന് DMK മന്ത്രിസഭയിൽ മന്ത്രി ആയിരുന്നപ്പോഴുമെല്ലാം അഴിമതി ആരോപണങ്ങൾ നേരിട്ടിരുന്നു. ഇപ്പോഴിതാ വീണ്ടും മറ്റൊരു അഴിമതി ആരോപണം കൂടി നേരിടുകയാണ്. പക്ഷെ ആ ആരോപണം നേരെ കേന്ദ്ര ഏജൻസിക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ഇദ്ദേഹത്തിന്റെ വസതിയും ഓഫീസുകളും മറ്റും റെയ്ഡ് ചെയ്യുകയും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ തമിഴ്നാട്ടിലെ DMK നേതൃത്വം ഒന്നടങ്കം പറഞ്ഞത്, അതുപോലെ തന്നെ കോൺഗ്രസ് അടക്കം പറഞ്ഞത്, കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ എതിരാളികളോട് ഇത്തരത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണ്, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയമായ പക തീർക്കുകയാണ് എന്നൊക്കെയാണ് അന്ന് ആരോപണം ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മറ്റൊരു അഴിമതി ആരോപണം കൂടി നേരെ കേന്ദ്ര ഏജൻസികളുടെ കയ്യിലേക്ക് പോവുകയാണ്. അത് കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ടല്ല, മറിച്ച് കോടതി ഇടപെട്ടതുകൊണ്ട് തന്നെ നേരെ കേന്ദ്ര ഏജൻസികളുടെ കയ്യിലേക്ക് ഈ അന്വേഷണം പോകുന്നു എന്നൊരു വൈരുദ്ധ്യം കൂടി ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ സെന്തിൽ ബാലാജിക്ക് ഈ വിധിയിൽ ഏറെ ഭയപ്പെടാനുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. CBIയുടെ കൈകളിലേക്ക് ഈ അന്വേഷണം വരികയാണെങ്കിൽ തീർച്ചയായും അന്വേഷണം തടസ്സപ്പെടുത്താനും കേസ് അട്ടിമറിക്കാനും സംസ്ഥാന സർക്കാരിന് കഴിയാതെ വരും. നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ ഈ കേസിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ സെന്തിൽ ബാലാജി ശിക്ഷിക്കപ്പെടാൻ പോലും സാധ്യതയുണ്ട്. കാരണം 397 കോടി രൂപയുടെ അഴിമതി നടന്ന, അല്ലെങ്കിൽ സംസ്ഥാന ഖജനാവിന് നഷ്ടം വരുത്തിയ കേസാണ്. 45,000-ഓളം ട്രാൻസ്ഫോമറുകളാണ് അന്ന് തമിഴ്നാട് സർക്കാർ വാങ്ങിയത്. ആ വാങ്ങലിലാണ് ഇപ്പോൾ അഴിമതി കണ്ടെത്തിയിരിക്കുന്നത്. വ്യാപകമായ ക്രമക്കേട് ടെൻഡർ നടപടികളിലും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഈ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വിശദമായ അന്വേഷണത്തിന് CBIയെ ഏൽപ്പിച്ചിരിക്കുന്നത്.